ഹേ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിലെ 2 വർക്ക് കഴിഞ്ഞിട്ട് ഇതേ ഞാനിപ്പോൾ പോകുന്നത് കാലിക്കറ്റാണ് കേട്ടോ. എനിക്ക് അവിടെയായിരുന്നു ഇനി വർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ്. ആളുടെ പേര് ഐശ്വര്യ എന്നാണ് കേട്ടോ. ഐശ്വര്യയുടെ എൻഗേജ്മെന്റ് ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അന്ന് മേക്കപ്പ് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡ് എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെഡിങ് ഡേറ്റ് ഫിക്സ് ആയപ്പോൾ തന്നെ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ഐശ്വര്യയുടെ കംപ്ലീറ്റ് ലുക്ക്. എൻ്റെ ഒട്ടുമിക്ക ബ്രൈഡ്സിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കണ്ണാണ്. കണ്ണ് ഹൈലൈറ്റ് ചെയ്യണമെന്നാണ് ആദ്യം പറയാ. അപ്പൊ ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്രൈഡിന്റെ സിസ്റ്റർക്കും ഇന്ന് മേക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എനിക്ക് പോകാനുള്ളത് എറണാകുളത്താണ്. നാളെ എൻ്റെ വർക്ക് അവിടെയാണ് കേട്ടോ. അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് നാളെ ഞാൻ ഇടാനുള്ള ഡ്രസ്സൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. വർക്കിന്റെ തിരക്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ അടുത്തുള്ള മോളിലോട്ട് പോയി. ഈ ലഗേജ് ഒക്കെ എടുത്ത് ഷോപ്പ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ പോകാണ്ടിരിക്കാൻ വയ്യ, നമുക്ക് ഡ്രസ്സ് വേണമല്ലോ. മാക്സും ലക്ഷ്യാക്കിയിട്ടാണോ ഞാൻ ഈ പോകുന്നത്. ഞാനാണെങ്കിൽ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1:30 എനിക്ക് ട്രെയിനും ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റഷായിരുന്നു. ഒരു ജീൻസും ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചതേ ഞാൻ കുറേ തപ്പി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വെറുതെ പോകുന്ന സമയത്താണ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കാണാറ്. എടുക്കണമെന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് ഇങ്ങനെയാണ്, കുറേ അലച്ചിലായിരിക്കും. പിന്നെ ട്രെയിനിന് സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് തിരയാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കിട്ടിയത് ഇഷ്ടപ്പെട്ടതേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എവിടെ പോയാലും ഈ ഒരു ക്ലിപ്പ് കണ്ടാൽ ഞാൻ മേടിക്കട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര മേടിച്ചാലും കാണാറില്ല, അത് വേറൊരു വിഷയം. അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒട്ടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് വിശന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഫുഡൊക്കെ തട്ടിയായിരുന്നു. പിന്നെ ആക്രാന്തത്തിലായതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. 1:50 ട്രെയിൻ എടുത്തത്. കയറിയത് ഞാനൊരു ഉറക്കമായിരുന്നു. പിന്നെ എറണാകുളം എത്തിയപ്പോഴാട്ടോ ഞാൻ എണീറ്റത്. എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ ബ്രൈഡ് വന്നിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ ആയിരിക്കണം. റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ബ്രൈഡിന്റെ പെറ്റാണ്. മിയാന്നാണ് കേട്ടോ ആളുടെ പേര്. ഭയങ്കര പാവാണ് കേട്ടോ ആള്. എനിക്കിതിനൊക്കെ സത്യം പറഞ്ഞ പേടിയാണെങ്കിലും ഇങ്ങനെ കൊഞ്ചിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മൂപ്പര് കുറച്ചധികം പാവായതുകൊണ്ട് തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബ്രൈഡിന്റെ സ്വന്തം നാട് വന്നിട്ട് കൊല്ലത്താണ്. ഇവിടെ ചോറ്റാനിക്കര വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. ആളുടെ ചെറുക്കൻ്റെ ഇവിടെയാണ്. അപ്പോൾ ചോറ്റാനിക്കര ടെമ്പിളിന് അടുത്തായിട്ട് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പെറ്റ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ആളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പെറ്റിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 8:30 ആയിട്ടോ ഞങ്ങൾ റൂമിലെത്തുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഞാനാണെങ്കിൽ നന്നായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്ന് ഫ്രഷ് ആയാലും ഭക്ഷണം കഴിക്കാതൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ. നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. കിടക്കുന്നതിന് മുന്നേ ഞാൻ ആളുടെ സാരിയൊക്കെ ഒന്ന് പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഗോൾഡൻ ആൻഡ് പിങ്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ റെഡി ആയി കേട്ടോ. എനിക്കാണെങ്കിൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് സെറ്റ് കണ്ടിന്യൂസ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കം കുറച്ച് കുറവായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൈഡ് അമ്പലത്തിലൊക്കെ പോയിട്ട് എത്താൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. ഒന്ന് കിടന്നാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും കിടന്ന ഒട്ടുക്കത്തെ ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോണിൽ നോക്കിയതേ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൈഡ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബ്രൈഡ്. ആളുടെ പേര് അമൃത എന്നാണ്. ആൾ എന്നെ ബുക്ക് ചെയ്ത മുതൽ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇവനൊരു പൊട്ട് മേടിക്കുമ്പോൾ കൂടി ആൾ എന്നോട് ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കൊരു മെസ്സി ഹെയർ സ്റ്റൈൽ വേണമെന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അഗൈൻ എല്ലാ ബ്രൈഡിനെയും പോലെ കണ്ണ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യണമെന്ന് എന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെഫറൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ ബ്രൈഡിൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ സിങ്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് വീഡിയോസ് എടുത്തു തരാനൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നത്തെ വർക്ക് കഴിഞ്ഞത് അറിഞ്ഞില്ല കേട്ടോ. എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരുപാട് ചിരിച്ച് നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടായിരുന്നു ഇന്നത്തെ വർക്ക് ഉണ്ടായിരുന്നത്. ബോയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അറിയണമെന്നില്ലല്ലോ. നമ്മുടെ മേക്കപ്പും ജ്വല്ലസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് ചിരിച്ചിട്ട് ചെയ്തൊരു വർക്കായിരുന്നു കേട്ടോ ഇന്ന്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഐ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതേ ഞാൻ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ് ആൾക്ക് കൊടുക്കുന്നത്. ഞാൻ ആളുടെ സ്കിന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യായിരുന്നു. നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്യുമ്പോഴും ഒരു 5 seconds ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അടുത്ത ക്രീം ഇടാൻ. ആളുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും പേഴ്സണലി സ്കിൻ ടോൺ മേക്കപ്പിനോടാണ് കൂടുതൽ ഇഷ്ടം. അവരുടെ സ്കിൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ ക്ലയൻറ്റ് ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ അവരുടെ സ്കിന്നേക്കാളും ഒരു പൊടിക്ക് മേലെ നിൽക്കണം എന്നൊക്കെ. ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നേ ഉള്ളൂ. എന്നാലും പേഴ്സണലി സ്കിൻ ടോൺ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമയം കളയാണ്ട് നമുക്ക് വേഗം പോയി ഒന്ന് സാരി ഉടുപ്പിക്കാം. തലേന്ന് തന്നെ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സാരി ട്രിപ്പിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ആൾക്കത് നന്നായിട്ട് തന്നെ ചേരുന്നുണ്ടായിരുന്നു. ബ്ലൗസിന് ആൾ വർക്ക് കൊടുത്തത് ഗ്രീൻ സ്റ്റോണും ത്രെഡൊക്കെ വെച്ചിട്ടാണ്. അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. കൂടെ ഗ്രീൻ കളർ ഓർണമെന്റ്സും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ബ്ലൗസിന്റെ വർക്കും പെയർ ചെയ്ത ജ്വല്ലസൊക്കെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും കോൺട്രാസ്റ്റ് ജ്വല്ലസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓവറോൾ ഭംഗി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യും. അങ്ങനെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജ്വല്ലസും ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം നമുക്കിനി അതൊക്കെ ചെയ്യാം.
നമ്മുടെ ബ്രൈഡ് ഇന്ന് 3 ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ വെക്കുന്നത്. ആൾക്ക് റോസ് ഉണ്ട്, അതുപോലെ ജിപ്സൺ, പിന്നെ കുറച്ച് മുല്ലപ്പൂവാണ് വെക്കുന്നത്. ആൾക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മുല്ലപ്പൂ വെക്കാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോയി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സമയം അങ്ങനെ കുറേ പോയിട്ടുണ്ടായിരുന്നു. ഉള്ളിലൂടെ ഒരു ലെയർ മാത്രമാണ് കേട്ടോ മുല്ലപ്പൂ വെച്ചത്. ആൾക്ക് മൈഗ്രൈൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ആൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രൈഡിൻ്റെ സിസ്റ്റർ ആളുടെ ഫ്രണ്ടിനെയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആകെ മൊത്തം ഒരു ബഹളായിരുന്നു കേട്ടോ നമ്മുടെ മേക്കപ്പ് റൂമിൽ. അപ്പം എനിക്ക് ഫ്രണ്ടിനാണെങ്കിൽ ആ ഭംഗി പിന്നെ നമ്മൾ എന്തായാലും ഇത് ചെയ്യുന്നുണ്ടല്ലോ. അവർ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ദക്ഷിണ കൊടുക്കായിരുന്നു. തരുന്നുണ്ട് ഞാനും. ആരൊക്കെ ഹെയർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മേക്കപ്പ് ആണെങ്കിലും അടിപൊളി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മൊത്തത്തിൽ. നല്ല ഭംഗിയുണ്ട്, പൊട്ടും എല്ലാം. റോസ് വെച്ചതിന് ശേഷം ഇത് മേലെയായിട്ട് ഞാൻ കുറച്ച് ജിപ്സൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൈഡ് പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മണിക്കൂർ ഇത് എൻ്റെ കൂടെ നിൽക്കുമ്പോഴേക്കും എല്ലാവരും മേക്കപ്പ് സാധനങ്ങളുടെ പേരൊക്കെ പഠിച്ചു. ഞാൻ പറയുമ്പോഴേക്കും ഇത് കറക്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അത്രയും കമ്പനിയായിരുന്നു. അങ്ങനെ ഇതേ സംസാരിച്ച് നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമൃതയുടെ കംപ്ലീറ്റ് ലുക്ക്. എന്തായാലും നമുക്ക് അമൃതയുടെ കുറച്ച് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ലുക്ക്. മാത്രമല്ല ഞാൻ അത്ര എൻജോയ് ചെയ്തൊരു വർക്കും കൂടാണ്. നമ്മുടെ ബ്രൈഡും ആളുടെ വീട്ടുകാരും ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് അപ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവ് കമൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതേ നമ്മുടെ ബ്രൈഡ് ഷൂട്ടിന് പോയി. ഇനി നമുക്ക് ആളുടെ സിസ്റ്ററെ പെട്ടെന്നൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രൈഡിൻ്റെ സിസ്റ്റർ. നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടിഷ്യൂ സാരിയാണ് ആൾ വേറെ എടുത്തിരിക്കുന്നത്. ഇത് ട്രിവാൻഡ്രം പോത്തീസ് എന്നാണ് കേട്ടോ ആൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ടൊരു ടീ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ മെയിൻ അസിസ്റ്റന്റ്. അങ്ങനെ നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റർ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ആളുടെ സാരി ഞാൻ തലേന്ന് തന്നെ പ്രീപ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പും ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് എക്സോസ്റ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കണം. അതാണ് ഇതിലും വലിയൊരു ടാസ്ക്. ഇത് ചെയ്യാൻ എനിക്ക് കുറച്ചധികം എനർജി വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ ലേറ്റായി. ദോശയായിരുന്നു കേട്ടോ. കുറച്ചധികം ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ. പിന്നെ ഒരു 3:30 ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാൻ നേരെ പോകുന്നത് ബാംഗ്ലൂർക്കാണ് കേട്ടോ. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ബാംഗ്ലൂർ പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലെ കുറച്ച് അലച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ബാംഗ്ലൂർ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.